ഗായ്സ്, അപ്പോൾ നമ്മൾ പോരുന്നു ദുബായ് റൺ 2025-ന്. ദുബായ് റൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 വീക്ക് ആയെങ്കിലും എനിക്കിപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. സോ നമ്മൾ നേരെ ബസ്സിൽ മെട്രോ സ്റ്റേഷനിലോട്ട് പോവാണ്. ഓൾമോസ്റ്റ് നമ്മൾ ലേറ്റ് ആയെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ബട്ട് എങ്കിലും ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു ആഗ്രഹമായിരുന്നു. ദാറ്റ് ഓൺലി ദ റീസൺ വി ഡിസൈഡഡ് ടു ഗോ. ബുർജുമാൻ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായി, എത്രയും ആളുകൾ ക്രൗഡഡ് ആണെന്നുള്ളത്. ഇറ്റ് വാസ് ടോട്ടലി ജാം പാക്ഡ്. ആ ഒരു രീതിയിലായിരുന്നു ക്രൗഡ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട വ്യൂ ആണ് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം. എന്ത് രസമല്ലേ മോർണിംഗ് വ്യൂവിൽ കാണാൻ. അങ്ങനെ നമ്മൾ ദുബായ് റൺ സ്റ്റാർട്ടായി. ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ആക്ച്വലി നമ്മളിപ്പോൾ ചെയ്യുന്നത് ദുബായ് റൺ ആണോ അത് ദുബായ് വോക്ക് ആണെന്നുള്ളത്. ബിക്കോസ് ഓൾമോസ്റ്റ് ആളുകൾ നടക്കാണ്, നമ്മളും നടന്നുകൊണ്ടാണ് ഇരുന്നിരുന്നത്, നമ്മൾ ഓടിയൊന്നുമില്ല. അങ്ങനെ ഓൾമോസ്റ്റ് 1 hour കഴിഞ്ഞപ്പോഴേക്കും കൂടുതലുള്ള ആളുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നു. ആള് ഓഫീസിൽ പോയി. പിന്നെ ഞാൻ ഒറ്റക്കായിരുന്നു എൻ്റെ ദുബായ് റൺ എക്സ്പീരിയൻസ് ചെയ്തിരുന്നത് ടു ബുർജ് ഖലീഫ. പിന്നെ മൈൻഡിൽ എങ്ങനെയും ബുർജ് ഖലീഫ വേഗം എത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അങ്ങനെ ഫൈനലി ബുർജ് ഖലീഫ എത്തി. 5 kilometers കംപ്ലീറ്റഡ്. എനിവേ, ഇതൊന്നും പങ്കെടുക്കാൻ പറ്റാണ്ട് വീട്ടിൽ കിടന്നുറങ്ങിയ എല്ലാവരോടും നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ വേണം. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾ പിന്നെ മെട്രോയിൽ കയറി വീട്ടിൽ പോയി. സോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ.